ാക്കി സ്തുതിയായിരിക്കട്ടെ. ഉയർപ്പ് കാലത്തിൻ്റെ 6-ാം ഞായറാഴ്ച തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങളാണ്. പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബൈബിളിൽ ഈശോ താൻ ദൈവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന്. അതിനൊരു വ്യക്തമായ ഒരു ഉത്തരം ഇവിടെ ഈശോ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാനും പിതാവും ഒന്നാണെന്ന്. 23-ാമത്തെ തിരുവചനം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു, പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല എന്ന്. ചുരുക്കം പറഞ്ഞാൽ പിതാവും പുത്രനും ഒന്നാണ് എന്ന്. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈശോയുടെ ഈ പ്രസ്താവനയിൽ യഹൂദർ കൂടുതൽ കോപാകുലരായി അവിടുത്തെ വധിക്കുവാൻ ആലോചിച്ചു. കാരണം അവരുടെ ദൃഷ്ടിയിൽ ഈശോ വലിയ 2 തെറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് അവർ കണ്ടു. ഒന്നാമത് സാബത്ത് അവർ ലംഘിച്ചു, രണ്ടാമത് ദൈവത്തെ പിതാവെന്ന് വിളിച്ചു. തുടർന്ന് വരുന്ന പ്രവൃത്തിയിലും സ്നേഹത്തിലും ആദരവിലും പിതാവും പുത്രനും തമ്മിലുള്ള തുല്യതയും ഐക്യവും ഈശോ ഇവിടെ ഉറപ്പിച്ച് സ്ഥാപിക്കുകയാണ്. ഇതാണ് ഈ അത്ഭുതത്തിൻ്റെയും പ്രഭാഷണത്തിൻ്റെയും പ്രധാന വിഷയം. 19 മുതൽ 30 വരെയുള്ള ഈ 12 വാക്യങ്ങളിൽ പുത്രൻ എന്ന വാക്ക് 10 പ്രാവശ്യവും പിതാവ് എന്ന വാക്ക് 7 പ്രാവശ്യവും ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു സൂചനയാണ്. ഈശോയുടെ അത്ഭുതങ്ങളെ സൂചിപ്പിക്കുവാൻ യോഹന്നാൻ സുവിശേഷകൻ ഉപയോഗിക്കുന്ന വാക്ക് അടയാളങ്ങൾ എന്നതാണെങ്കിൽ, സ്വന്തം അത്ഭുതങ്ങളെ സൂചിപ്പിക്കുവാൻ ഈശോ ഉപയോഗിച്ച വാക്ക് പ്രവൃത്തികൾ എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാമത്തെ തിരുവചനം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു, യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. തൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികളിൽ പങ്കുചേരുന്ന പുത്രനാണ് താൻ എന്ന് എടുത്തു കാണിക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തൻ്റെ ദൈവത്വം തന്നെയാണ് ഈശോ ഇതിലൂടെ വെളിവാക്കുന്നത്. അതുകൊണ്ട് ഈശോ ദൈവമാണോ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈശോ പറഞ്ഞു വെച്ച ഈ വചനങ്ങൾ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തീർച്ചയായിട്ടും പങ്കുവെക്കുവാനായിട്ട് സാധിക്കും. ഞാനും പിതാവും ഒന്നാണ് എന്ന ഈശോയുടെ ഈ പ്രസ്താവന. ജീവൻ നൽകുന്ന പിതാവിൻ്റെ പ്രവർത്തനമാണ് പുത്രനും ചെയ്യുന്നത്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 20-ാമത്തെ തിരുവചനം പറഞ്ഞു വെക്കുക. യോഹന്നാൻ ശ്ലീഹയുടെ കാഴ്ചപ്പാടിൽ പാപം മരണമാണ്, ദൈവിക ജീവൻ ഇല്ലാത്ത അവസ്ഥയാണ്. കാരണം പാപം വിശ്വാസ ഇല്ലായ്മയാണ്. ജീവൻ ഉണ്ടാകണമെങ്കിൽ വിശ്വാസം ഉണ്ടാകണം. ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാമത്തെ തിരുവചനം. വിശ്വാസമില്ലായ്മ സ്നേഹമില്ലായ്മയായി മാറും. കാരണം വിശ്വസിക്കുക എന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ സ്വീകരിച്ച് അതിന് ക്രിയാത്മകമായി പ്രത്യുത്തരം കൊടുക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും പ്രത്യുത്തരം. സ്നേഹത്തിൻ്റെ ഈ പ്രത്യുത്തരം കൊടുക്കാത്ത അവസ്ഥയാണ് വിശ്വാസ ഇല്ലായ്മ. അതുകൊണ്ടാണ് അത് ജീവനില്ലായ്മയുടെ അഥവാ മരണത്തിൻ്റെ അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നിന്നും മനുഷ്യനെ രക്ഷിച്ച് അവന് ജീവൻ നൽകുവാൻ വന്നവനാണ് ഈശോ എന്നതിൻ്റെ അടയാളമായി ഈ രോഗശാന്തിയെ നമുക്ക് കാണണം. അതുകൊണ്ടാണ് ഈ പ്രഭാഷണത്തിൽ പിതാവും പുത്രനും കൂടി ചെയ്യുന്ന ജോലിയെപ്പറ്റി, മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് ജീവൻ നൽകുന്ന ജോലി എന്ന് വിശേഷിപ്പിക്കുന്നത്. പാപമാകുന്ന മരണത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്നവരെ അതിൽ നിന്നും രക്ഷിച്ച് അവർക്ക് ദൈവിക ജീവൻ കൊടുക്കുക എന്നതാണ് പിതാവും പുത്രനും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി. നമ്മൾ നീതീകരിക്കപ്പെടുന്നത് വിശ്വസിക്കുക നിമിത്തം മാത്രമാണ്. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റലക്ച്വൽ ഫെയ്ത്ത് കൊണ്ട് മാത്രമല്ല, മറിച്ച് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നതാണ്. അബ്രഹാത്തിൻ്റെ ജീവിതത്തിൽ അബ്രഹാം സ്വന്തം ബന്ധുജനങ്ങളെയും നാടിനെയും വിട്ട് വേറൊരു ദേശത്തേക്ക് പോയത് അവൻ ദൈവത്തിൽ അത്രമാത്രം വിശ്വാസം അർപ്പിച്ചു. ഇൻ്റലക്ച്വൽ ഫെയ്ത്ത് അല്ല,
മറിച്ച് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തോട് തോന്നിയ അവൻ്റെ വിശ്വാസമായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ് ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണ്, ഒപ്പം അവന് സമനാണ് എന്നുള്ള ചിന്ത. ഈ രണ്ടുപേരെയും വേർതിരിച്ചുകൊണ്ടുള്ള ഒരു പഠനത്തിന് സഭയിൽ പ്രസക്തിയില്ല. ഈ വിശ്വാസ പൈതൃകം സ്ലീഹന്മാരുടെ കാലം മുതൽ തന്നെ കൈമാറ്റം ചെയ്തുകൊണ്ട് വരുന്നു. അതുകൊണ്ട് ഈശോയെ പിതാവായ ദൈവത്തിന് സമനല്ലാതെ താഴ്ത്തിക്കെട്ടുന്ന വെറും സൃഷ്ടിയോ പ്രവാചകനോ മാത്രമായി ഒതുക്കുന്ന ആശയങ്ങളിലോ മത സമീപനങ്ങളിലോ നമുക്ക് യോജിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പുത്രനും പിതാവും ഒന്നാണ് എന്ന ബോധ്യത്തിൽ ആയിരിക്കുക. അവർ രണ്ടും രണ്ടാണ് എന്ന് പറയുന്ന ഗ്രൂപ്പുകളിൽ നിന്നും പഠനങ്ങളിൽ നിന്നും ബോധപൂർവം അകന്നു നിൽക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക. എപ്പോഴും ഓർക്കുക, ഈശോയാണ് ദൈവം. കാരണം ഞാനും പിതാവും ഒന്നാണ് എന്ന ഈശോയുടെ ആ വചനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കും മുറുകെ പിടിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.